ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ വിസ പുതുക്കാനായിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വിസ റിന്യൂവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനായിട്ട് എന്തെല്ലാം ആവശ്യമായി വരുമെന്നും അതിനായിട്ട് വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നും എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ ആദ്യമായി ബഹ്റൈനിൽ വരുന്നത് 2022 ജൂലൈ 3-നാണ് കേട്ടോ. എന്നിട്ട് 1 ഇയർ നിന്നിട്ട് വീണ്ടും നാട്ടിലേക്ക് പോയി. പിന്നെ വരുന്നത് 2024 ഓഗസ്റ്റ് 4-നാണ്. രണ്ടുവരവും വിസിറ്റിംഗ് വിസ എടുത്തിട്ട് തന്നെയാണ്. എൻ്റെ വിസ എന്ന് പറയുന്നത് 1 ഇയർ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. അപ്പോൾ ഈ വിസ കൊണ്ട് നമുക്ക് 1 ഇയർ വരെ ബഹ്റൈനിൽ നിൽക്കാം. പക്ഷേ 3 മാസം കൂടുമ്പോൾ വിസ റിന്യൂവൽ ചെയ്യണം. അപ്പോൾ റിന്യൂവൽ ചെയ്താൽ വീണ്ടും 3 മാസം വീണ്ടും നിൽക്കാം. അങ്ങനെ 1 ഇയർ നമുക്ക് ഈ വിസ കൊണ്ട് നമുക്ക് നിൽക്കാം അവിടെ. ഈ 3 മാസം എന്ന് പറയണത് 90 ഡേയ്സ് ആണ് കേട്ടോ. 90 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ റിന്യൂവൽ ചെയ്യണം. അതായത് വിസയുടെ 85-ാമത്തെ ദിവസം മുതൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിന്യൂവൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റിന്യൂവലിന് വേണ്ടിയിട്ട് ബൈ ഫ്ലൈറ്റ് ആണ് കേട്ടോ തിരഞ്ഞെടുത്തത്. ഇവിടെ ബൈ റോഡ് വഴിയും റിന്യൂവൽ ചെയ്യാവുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ബഹ്റിൻ ടു സൗദിയ ബോർഡർ കടന്നിട്ടും അങ്ങനെ റിന്യൂവൽ ചെയ്യാൻ പറ്റും. ആ മെത്തേഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ബൈ ഫ്ലൈറ്റ് തന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് ദുബായിലോട്ടാണ് കേട്ടോ. ഇത് എൻ്റെ 3-ാമത്തെ റിന്യൂവലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 90 ദിവസം കൂടി മാത്രമേ ഞാൻ ബഹ്റൈനിൽ ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ 90 ദിവസം ആക്കണേക്കാൾ മുന്നേ എന്തായാലും നാട്ടിലെത്തണം. പിന്നീട് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. പിന്നെ അപ്ലൈ ചെയ്ത് പാസ്സായതിന് ശേഷം വിസ കിട്ടിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇതേ ഞങ്ങൾ ബഹ്റൈൻ എയർപോർട്ടിൽ എത്താറായിട്ടോ. എൻ്റെ കൂടെ വിനേട്ടനാണ് ഉള്ളത്. വിനേട്ടൻ ഡ്യൂട്ടിക്ക് ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ എന്നെ എയർപോർട്ടിലാക്കാൻ കൂടെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിനേട്ടന് ഡ്യൂട്ടിക്ക് തിരിച്ച് കയറണം. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ചേച്ചി ഇവിടെ എയർപോർട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടാണ്. ആ ചേച്ചി കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തിയിരിക്കണു. ഞങ്ങൾ പിന്നെ ഒരു 1:30 ആകുമ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരുമിച്ച് കയറാമെന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് ആ ചേച്ചി എന്നെയും വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൗണ്ടറൊക്കെ ഓപ്പൺ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിസയും പാസ്പോർട്ടും കാണിച്ചു കൊടുത്ത് ബോർഡിംഗ് പാസ് കിട്ടി. അതിനുശേഷം അവിടെ നിന്ന് ബോർഡിംഗ് പാസിൻ്റെ ഒരു ബാർകോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് കടക്കുക കേട്ടോ. ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ കാണുന്നത് എമിഗ്രേഷനാണ് കേട്ടോ. എമിഗ്രേഷനും അത് കഴിഞ്ഞാൽ ഒരു ചെക്കിങ്ങും ഉണ്ടാവും. ചെക്കിങ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ബോർഡിംഗ് പാസിൽ കാണുന്ന ഗേറ്റ് നമ്പറിലേക്ക് നമ്മൾ ചെന്നിരിക്കുക കേട്ടോ. ഇനി 1 മണിക്കൂറും കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ. കാരണം ഫ്ലൈറ്റ് 3:35-നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 3:35-ൻ്റെ ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് ഗേറ്റ് ഓപ്പൺ ആക്കുക. അതായത് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഗേറ്റ് ഓപ്പൺ ആക്കും. ഇനിയിപ്പോൾ 1 മണിക്കൂറും കൂടിയേ ഉള്ളൂ. ഈ നേരം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം കേട്ടോ. ഒരുപാട് ഷോപ്പുകളോ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞങ്ങളിപ്പോൾ അതിനൊന്നും നിന്നില്ല, നേരെ ഗേറ്റിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഗേറ്റ് നമ്പർ 15A ആണ്. എൻ്റെ കൂടെ ഒരു ചേച്ചിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചീനെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ആ ചേച്ചി. രാധ എന്നാണ് കേട്ടോ പേര്. ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ ആ പ്രദേശമൊക്കെ തന്നെയാണ് ചേച്ചിയുടെ വീടും വരണത്. ആ ചേച്ചി ആദ്യമായിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് അറിയുന്ന ഒരാൾ കൂടുള്ളത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താണ് കേട്ടോ. എൻ്റെ നമ്പർ ട്രാവൽ ഏജൻസിയിൽ നിന്ന് കൊടുത്തതാണ്. അങ്ങനെ വിളിച്ച് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടോ. ഗേറ്റ് ഓപ്പണായി അവിടെ ബോർഡിംഗ് പാസ് കൊടുത്താൽ അത് സ്കാൻ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വേറൊരു കുട്ടിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ പേര് ആതിര എന്നാണ്. വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് നേരെ പോവുകയാണ്. ഇതോ ഈ പോണതാണ് കേട്ടോ ആതിര. ഈ ആതിര രാധേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഈ വീഡിയോയ്ക്ക് ഇടണം കേട്ടോ. ഈ ഫ്ലൈറ്റ് ഫ്ലൈ ദുബായ് എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് കേട്ടോ. ദുബായിലേക്ക് ഇനി ഒരു 1 അവർ യാത്ര ഉണ്ട്. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ദുബായിലെത്തും. ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഈ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടാറ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റ് തന്നെയാണ്. ഞാനും ആ രാധേച്ചി ഒരുമിച്ചാണ് കേട്ടോ ബോർഡിംഗ് പാസ് എടുത്തത്. അപ്പോൾ അവർ ചോദിച്ചു ഒരേ അടുത്തുള്ള സീറ്റ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ വേണമെന്നും പറയുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത് ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ.
ഒന്ന് ഇപ്പുറത്തെ വശവും അപ്പുറത്തെ വശവും ആയിപ്പോയി, ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സീറ്റ് നമ്പർ നോക്കി ഇരുന്നു കേട്ടോ. എനിക്ക് സെൻട്രൽ സീറ്റാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സീറ്റാണ് അത്. ഒന്നില്ലെങ്കിൽ വിൻഡോ സീറ്റ് വേണം, അല്ലെങ്കിൽ സൈഡ് സീറ്റ് വേണം. തീരെ ഇഷ്ടമില്ലാത്തൊരു സീറ്റ് സെൻട്രൽ സീറ്റാണ്. എനിക്കത് തന്നെ കിട്ടി. പിന്നെ അതിൽ ഞാൻ മൂവീസൊക്കെ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാ. നമ്മുടെ ഇന്ത്യൻ മൂവീസിൽ നമുക്ക് നല്ല മൂവീസൊന്നും കിട്ടിയില്ല. അങ്ങനെ ഹാരി പോട്ടറിൻ്റെ മൂവി അതിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനത് ഓപ്പണാക്കി ഞാനത് കണ്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് കഴിക്കാനുള്ള ഫുഡ് അവർ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതിൽ ഒരു ബോട്ടിൽ വാട്ടറും പിന്നെ ഒരു കപ്പ് കേക്കും പിന്നെ ഒരു സാൻഡ്വിച്ച് പോലത്തെ സാൻഡ്വിച്ചുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അങ്ങനെ സിനിമ കണ്ട് മുക്കാൽ ഭാഗമാകുമ്പോഴേക്കും ദുബായിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇനി എയർപോർട്ടിലേക്ക് എത്തണമെങ്കിൽ ഒരു ബസ് കയറിയിട്ട് വേണം എയർപോർട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ആ ബസ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ബസ്സിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തി. ഇവിടെ നമ്മൾ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്ത് ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് ബഹ്റൈൻ എയർപോർട്ടിൽ നിന്ന് 2 ബോർഡിംഗ് പാസ് തരും കേട്ടോ. ഒരെണ്ണം ബഹ്റൈനത്തെയും ഒന്ന് ദുബായ് എയർപോർട്ടിലത്തെയും ബോർഡിംഗ് പാസ് അവർ തരും. അപ്പോൾ ദുബായിലത്തെ ബോർഡിംഗ് പാസ്സാണ് ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ചെന്നിരിക്കുകയാണ് കേട്ടോ. ദുബായ് എയർപോർട്ട് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ അത്രയും തിരക്കും ഇവിടെ ഉണ്ട്. കുറച്ച് നേരം ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ ദുബായ് എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ വിസ റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റിൻ്റെ ചാർജും കയ്യിൽ കരുതേണ്ട പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഈ വിസ റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളും ഒരു പാക്കേജ് ആയിട്ടാണ് കേട്ടോ ഈ ട്രാവൽസ് തരുന്നത്. അവർ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തരും. അത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് അവർ നമുക്ക് തരും കേട്ടോ. അതിൻ്റെ കൂടെ ബഹ്റൈനിലെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തതിൻ്റെ ഒരു കോപ്പി തരും. കൂടാതെ നാട്ടിലേക്കുള്ള നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു കോപ്പിയും കൂടി തരും കേട്ടോ. ഈ 3 എണ്ണമാണ് ട്രാവൽസ് നമുക്ക് തയ്യാറാക്കി തരിക. ഈ ഒരു പാക്കേജിന് ചിലവ് വരുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് 66 ദിനാറാണ് കേട്ടോ. ഇത് പല കമ്പനിക്കാരും ട്രാവൽസ് ഏജൻസിക്കാരും പല റേറ്റാണ് കേട്ടോ മേടിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു ട്രാവൽസിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് 66 ദിനാറായിട്ടുള്ളൂ. എൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആതിര, അവൾക്ക് 70 ദിനാറ് മേടിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പല കമ്പനിക്കാർ പല റേറ്റാണ് മേടിക്കണത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ കരുതേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ബഹ്റൈൻ എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ എമിഗ്രേഷനിൽ അവർ ചോദിക്കുന്ന പേപ്പേഴ്സ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിസിറ്റിംഗ് വിസക്കാർ കയ്യിൽ കരുതേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളും പിടിക്കണം കേട്ടോ. അപ്പം ബഹ്റൈനിൽ ഗാർഡിയനായിട്ട് ആരാ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ ഒരു ഐ ഡിയുടെ ഒരു കോപ്പി നമ്മൾ കൈപിടിക്കണം. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പം ബഹ്റൈനിലുള്ളത്. അതുകൊണ്ട് ചേട്ടൻ്റെ CPRൻ്റെ ഒരു കോപ്പി ഞാൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി, പിന്നെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു അഡ്രസ്സ് ഒരു പേപ്പറിൽ എഴുതി കൈപിടിക്കാം. പിന്നെ ക്യാഷായിട്ട് ഒരു 300 ദിനാറ് കയ്യിൽ കരുതണം എന്നാണ് റൂള്. പിന്നെ ക്യാഷായിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. കാർഡ് ഉണ്ടെങ്കിൽ അതും കൂടി കൈപിടിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ എല്ലാ പേപ്പേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ഐഡിയും അഡ്രസ്സും കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് ഞാൻ ചോദിച്ച് കണ്ടേക്കണത്. അപ്പോൾ അത് എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ എന്തായാലും കരുതണം. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് കാര്യങ്ങളൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എല്ലാ പേപ്പറും ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എമിഗ്രേഷനിലെത്തിയാൽ അവർ എന്ത് ചോദിക്കാമെന്ന് നമുക്കൊരു പിടിയും കിട്ടുന്നുണ്ടാവില്ല. എന്ത് ചോദിച്ചാലും അത് അവിടെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കയ്യിൽ എല്ലാം ക്ലിയറായിട്ട് എല്ലാം ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വിസ റിന്യൂവൽ ആയിട്ടോ. വേണമെങ്കിൽ നമുക്ക് സൈറ്റിൽ കയറി ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ട്രാവൽസിൽ പറഞ്ഞാൽ അവർ ഡൗൺലോഡ് ചെയ്ത് സെൻഡ് ചെയ്ത് തരും കേട്ടോ.
അപ്പോൾ കുറച്ച് ഷോപ്പിലും കാര്യങ്ങളൊക്കെ കയറി കുറച്ച് വീഡിയോ എടുത്തു. അങ്ങനെ കുറേ സമയം പോയി. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്താൻ കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോഴേക്ക് ഗേറ്റൊക്കെ ഓപ്പണായി, ആൾക്കാരെയൊക്കെ വിട്ടുവിട്ടാം. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴേക്ക് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ ഞാൻ നേരെ അവിടെ കാണുന്ന സ്ക്രീനിൽ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് നമ്പറിൻ്റെ നേരെ ഫൈനൽ കോൾ എഴുതിയിരിക്കണു. അപ്പോൾ മനസ്സിലായി. അപ്പോൾ നേരെ ചടപടാന്ന് എണീറ്റ് ഗേറ്റിൻ്റെ അവിടേക്ക് ഓടി. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയിട്ടാണ്. നിങ്ങൾ പോകുമ്പോൾ അതൊക്കെ ഒന്ന് സമയം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി ഇരിക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും എനിക്കൊരു ആദ്യച്ചയ്ക്കും ഒരേ സീറ്റ് തന്നെ കിട്ടിയിട്ടാ. അടുത്തടുത്ത് തന്നെ ഇരിക്കാൻ പറ്റി. അങ്ങനെ സീറ്റിൽ കയറിയിരുന്നു. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ അങ്ങോട്ട് യാത്ര ഉണ്ട് കേട്ടോ. എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടാ. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര കൊച്ചി ടു ബഹ്റിൻ ആയിരുന്നു കേട്ടോ. ആ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആയിരുന്നു കേട്ടോ. അതിന് ശേഷം ഒരുപാട് ഇങ്ങനെ റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ഫ്ലൈറ്റ് കയറി ഇറങ്ങി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. നമ്മൾ ദുബായിക്ക് പോവുക എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തേക്കൊന്നും നമ്മൾ ഇറങ്ങേണ്ടി വരില്ല കേട്ടോ. അത് അങ്ങനെയുള്ള സിസ്റ്റമല്ല, എയർപോർട്ട് ടു എയർപോർട്ടാണ്. അപ്പോൾ നമുക്ക് ദുബായ് ഇങ്ങനെ ഒരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഈ ക്യാമറയിൽ കാണുന്നത് ഒന്നുമല്ല കേട്ടോ, അടിപൊളി, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടാം. നേരത്തെ കണ്ടു തീർത്ത ഹാരി പോട്ടറിൻ്റെ പകുതിയും കൂടി ഞാൻ കണ്ടു തീർത്തു കിട്ടാം. അപ്പോഴേക്ക് നമ്മുടെ ബഹ്റിൻ എയർപോർട്ടിലെത്തി. ഇനി നേരെ എമിഗ്രേഷനിലോട്ടാണ് കേട്ടോ നമ്മൾ പോണത്. എന്നോട് കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിൻ്റെ CPR നമ്പറേ ചോദിച്ചുള്ളൂ, ID ആണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു. അവിടുത്തെ ഒരു ചെക്കിങ്ങും കൂടി ഉണ്ട്. ആ ചെക്കിങ്ങും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ രാധേച്ചിയോടും ആതിരോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.